വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നൊരു സ്നോ ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇത് പക്ഷേ ഇന്നോ ഈ അടുത്ത് വീണ സ്നോ ഒന്നും അല്ല കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ നവംബർ 5-നാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ തലേ ദിവസവും അങ്ങനെ ആ സമയങ്ങളിൽ വീണ സ്നോയുടെ ബാക്കി പത്രമാണ് നിങ്ങളിപ്പോൾ ഈ പുറത്തും മുറ്റത്തും ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടുത്തെ ഫസ്റ്റ് സ്നോഫോൾ ഒന്നും അല്ല. ഈ വർഷം ഒക്ടോബറിൽ തന്നെ ഈ സീസണിൽ ആദ്യത്തെ സ്നോഫോളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ ആദ്യത്തെ സ്നോഫോളിൻ്റെ അതൊരു ഷോർട്സ് ആയിട്ട് ഞാൻ യൂട്യൂബിനകത്തും റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണം കേട്ടോ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു ഫോളോ മീ ദെയർ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമുമാണ് അത്. അപ്പോൾ നിങ്ങൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കാനഡയിൽ ആൽബർട്ട എന്ന് പറയുന്ന ഒരു പ്രോവിൻസിൽ എയർഡ്രി എന്ന് പറയുന്നൊരു ചെറിയൊരു സ്ഥലത്താണ് കേട്ടോ. ചെറിയൊരു സിറ്റിയാണത്. അപ്പോൾ ഈ ആൽബർട്ട എന്ന് പറയുന്നത് ഈ പ്രോവിൻസസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടെ പ്രോവിൻസസ് എന്നാണ് പറയുക. അപ്പോൾ ആൽബർട്ട പൊതുവേ ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഭയാനകമായ രീതിയിൽ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ കാനഡയിലുണ്ട്. പക്ഷേ ഇവിടെയും മോശമില്ലാത്ത രീതിയിൽ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നൊരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷമുള്ള സെക്കൻഡ് വിൻ്റർ ആണ് കേട്ടോ. ഇവിടത്തുകാർക്ക് കനേഡിയൻസിന് സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ ടൈമിൽ സ്നോ വരണം എന്നുള്ളത് തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം. പക്ഷേ ബാക്കിയുള്ളവർക്ക് പൊതുവേ സ്നോ എന്നൊക്കെ കാണുമ്പം തുടക്കത്തിലൊക്കെ ഇഷ്ടം വരുമെങ്കിലും പിന്നെ അങ്ങോട്ട് എല്ലാവർക്കും മടുക്കും. കാരണം ജോലി ചെയ്യാൻ പുറത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്നവർക്കൊക്കെ ഈ വണ്ടിയൊക്കെ ഓടിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു മെനക്കേടാണ്. ഭയങ്കര ചില സമയത്ത് റോഡൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും, മറ്റേ ഐസൊക്കെ ആയിട്ട് അത് ഇച്ചിരി ഡേഞ്ചറസുമാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നല്ല. പക്ഷെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ. അപ്പോൾ നമ്മുടെ മാത്തൻ ഇന്ന് വീട്ടിലുണ്ട്. മാത്തൻ ആക്ച്വലി സ്കൂളല്ല ഒരു പ്രീ സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും അവനും ഇല്ല. പക്ഷെ ഉള്ള ദിവസമാണെങ്കിലും തുടക്കത്തിലൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പോകാനായിട്ട്. കാരണം വീട്ടിൽ തന്നെ ആയിരുന്നില്ല അതുവരെ. അപ്പം പുറത്തേക്കൊക്കെ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പോകുന്നത് അവരൊരു ടൂർ പോലെ അവരെ കാണിക്കുക. അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്, അവരവിടെ എന്തൊക്കെ ചെയ്യിപ്പിക്കും, പിള്ളേരെ കൊണ്ട് എന്തൊക്കെ പഠിപ്പിക്കും, ഇതൊക്കെ അതിനെപ്പറ്റി ഒരു ടൂർ പോലെ അവർ അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പം അന്ന് പോയപ്പോൾ അവൻ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ പ്ലേ ഏരിയ, ഇൻഡോർ പ്ലേ ഏരിയ, ഔട്ട്ഡോർ പ്ലേ ഏരിയ, അങ്ങനെ കുറേ സംഭവങ്ങൾ. പക്ഷേ ജസ്റ്റ് അന്നൊരു ടൂറല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് അവർ കാണിക്കല്ലേ ഉള്ളൂ. അപ്പം അവന് അവിടെ കളിക്കാനൊന്നും പറ്റിയില്ലല്ലോ. അത് കാരണം അന്ന് അവൻ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവനറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട് കളിക്കാൻ പറ്റുന്നൊക്കെ. അതുകൊണ്ടായിരിക്കണം, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അവൻ 2 തവണയായിട്ട് പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്നലെയാണ് അവൻ കരഞ്ഞത് പോണതിന് മുമ്പ്. എനിക്ക് പോകണ്ടെന്ന് തന്നെ പറഞ്ഞു കരഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം എന്താ സംഭവം മനസ്സിലായില്ല. നമ്മൾ വിചാരിച്ചു ഓക്കെ തണുപ്പിൻ്റെ ആയിരിക്കും. ഇപ്പം അത്യാവശ്യം തണുപ്പുണ്ട്. -4, -5 അതുവരെയൊക്കെ പോകുന്നുണ്ട് ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും, പുറത്ത് പോകുമ്പോൾ തണുക്കുന്നുണ്ടാവും, അതിൻ്റെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പിന്നെയാണ് ഇവൻ കാര്യം പറയുന്നത്. അവനവിടെ ഫുഡ് അവരവിടെയാണ് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി 6:30 ആണെന്ന് അറിയില്ല. ആ സമയത്ത് ഇത് തുടങ്ങും, ഓപ്പൺ ആവും. നമുക്ക് അപ്പം വേണമെങ്കിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് കുട്ടീനെ അവിടെ ഡ്രോപ്പ് ഇൻ ചെയ്യാം. അപ്പം നമ്മൾ മിക്കവാറും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ ആ സമയത്തേക്ക് അവിടെ എത്തുള്ളൂ. അപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് അവനെ വിടുക. അവിടെ ചെന്ന് ബാക്കിയുള്ള വൈകിട്ട് 6 മണി വരെയാണ് അവിടെ ടൈമിങ്. അപ്പോൾ അതിനു മുമ്പായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് അവനെ പിക്ക് ചെയ്യുന്നത്. വിനു പോയാൽ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ അവിടെ നിന്നുള്ള ഭക്ഷണമൊക്കെ അവരവിടെ നിന്നാണ് കൊടുക്കുന്നത്. നമ്മളൊന്നും കൊടുത്തു വിടുന്നില്ല. അപ്പോൾ അവനവിടെ ഫ്രൂട്ട്സ് കൊടുക്കും, വെജിറ്റബിൾസ് കൊടുക്കും. ഇതൊന്നും അവന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അവന് കരഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നലെയാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇന്നലെ പിന്നെ എങ്ങനെയോ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇന്നലെ അവിടെയും ഭയങ്കര മുടയായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കരച്ചിലായിരുന്നു. അവിടെ എത്തിയിട്ടും വിനുവിൻ്റെ കാലിൽ പിടിച്ച് കരയാൻ വിടാണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ വിനുവിന് പോരാണ്ട് നിവർത്തിയില്ലല്ലോ, പിള്ളേരും അങ്ങനെയാണല്ലോ. പക്ഷേ ഇന്നലെ അപ്പം അവിടെ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നപ്പം വിനുവിനോട് ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ അവൻ ഭയങ്കര ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല മര്യാദയ്ക്ക്, ഇനിയിപ്പം വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവന്നു. അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്നു. അവിടെ നിന്ന് അവർ ഫുഡ് കൊടുക്കും. അത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊടുക്കാം. അപ്പം ഇനി പോകുമ്പം എന്തെങ്കിലും ഒരൈറ്റം പാക്ക് ചെയ്ത് കൊടുത്ത് വിടാമെന്ന് വിചാരിക്കുകയാണ്. എന്ത് ചെയ്യാനാ. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോണ ദിവസം അവൻ്റെ ഭക്ഷണം പിന്നെ നോക്കണ്ടല്ലോ, അവൻ അവിടെ നിന്ന് കഴിക്കുമല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു എനിക്ക്. അത് പോയി കിട്ടി.
അപ്പോൾ ഇനി ലഞ്ച് പ്രിപ്പറേഷൻസിലേക്ക് കടക്കുകയാണ്. ഞാനപ്പോൾ ഓൾറെഡി ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പം നമ്മുടെ ഷാൻജിയോൻ്റെ തക്കാളി ഇട്ട മോരുകറിയാണ്. മോരുകറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ അതിനാദ്യം ഞാനൊരു പാത്രത്തിൽ 2 കപ്പ് തൈരും അതൊന്ന് ഉടച്ചിട്ട് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. നമുക്ക് അപ്പോൾ ഈ ഒരു കണക്കിനാകുമ്പോൾ ഇച്ചിരി കട്ടി ഉണ്ടാവും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇച്ചിരി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുക ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി വെള്ളം കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം, അതല്ലെങ്കിൽ ലാസ്റ്റ് എടുത്താലും മതി. ഞാൻ കാണിക്കാം എങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി ഒരു പാത്രത്തിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതിനകത്ത് കടുകും ഉലുവയൊക്കെ ഇട്ടൊന്ന് പൊട്ടിക്കാം. അത് കഴിഞ്ഞ് ഇച്ചിരി ഉണക്കമുളകും ഒന്നിട്ട് ചൂടാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ചുവന്നുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പം അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് അത് അതിൻ്റെ മണം സ്മെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് നമുക്ക് തക്കാളി 2 മുറിച്ചൊന്നിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അത് ഇച്ചിരി കഴിയുമ്പോഴേക്കൊന്ന് വെന്ത് റെഡിയായി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ തൈര് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ വെള്ളം കൂട്ടി അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി കട്ടി കൂടുതലായിട്ടാണ് തോന്നിയത്. അപ്പം ഞാൻ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ അതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് തൈരിൻ്റെ ഒക്കെ പുളി അനുസരിച്ച് നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റവിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. ചൂടുള്ള സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് തിളയ്ക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ചെമ്മീൻ വീണു ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ചെമ്മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ചോറും നമ്മുടെ അതായത് ചെമ്മീൻ ഫ്രൈയും പിന്നെ നമ്മുടെ മോരുകറിയൊക്കെ ആണെങ്കിൽ തന്നെ കുശാലാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ചെറിയൊരു ട്വിസ്റ്റ്. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ബാക്കി എല്ലാവരും കഴിച്ചത്. പക്ഷെ ഞാൻ ഇതല്ല കേട്ടോ കഴിക്കുന്നത്. ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോരുകറിയല്ല ഞാൻ കഴിക്കുന്നത്. അതിന് പകരം മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന മീൻകറിയുടെ ചട്ടിയുടെ അറ്റത്ത് ഒരു ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട്. ഞാൻ ഈ ചട്ടിയെപ്പാടെയാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചത്. പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് വെച്ചത്. ഒബ്വിയസ്ലി എനിക്ക് ഇരട്ടിപ്പണി കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ ഈ ചട്ടിയുടെ ഇച്ചിരി ചാറായിട്ട് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി ചോറിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്, അറിയാലോ ഈ ചട്ടിക്കകത്തിട്ട്, പ്രത്യേകിച്ച് മീൻ ചട്ടിക്കകത്തൊക്കെ ഇട്ട് ചോറ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. എൻ്റെ ചെറുപ്പകാലമൊക്കെ എനിക്ക് ഓർമ്മ വരും. ഞാനങ്ങനെ കൊച്ചിലൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീൻ ചട്ടീനകത്ത് ചോറിട്ടൊന്ന് പുരട്ടി, പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ടല്ലോ അതും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ചാൾ മുമ്പ് നാട്ടിൽ പോയി തിരിച്ച് വന്നായിരുന്നു. അപ്പോൾ അവർ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല വെളുത്തുള്ളി അച്ചാർ. എനിക്ക് അങ്ങനെ പൊതുവെ ഞാൻ അങ്ങനെ മുമ്പ് കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇവർ കൊണ്ടുവന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് മൂന്നുമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് ചോറ്. ഭയങ്കര ടേസ്റ്റും, ഭയങ്കര ഒരു ടേസ്റ്റ് മാത്രമല്ല, ചട്ടിയിലൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം ഞാനിത് കഴിച്ചപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിപ്പൊക്കെ തുടങ്ങിയപ്പോൾ ഇച്ചിരി വൈകിയെങ്കിലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പം പെട്ടെന്ന് ഇരുട്ടൊക്കെ ആകും കേട്ടോ. ഒരു 5-5:30 ആകുമ്പോഴത്തേനും അത്യാവശ്യം ഇരുട്ടൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇരുട്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് പുറത്തേക്ക് മഞ്ഞിലേക്കൊന്ന് ഇറങ്ങാനായിട്ട്, ഭയങ്കര കട്ടിക്ക് മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്നൊന്നും, എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആ മഞ്ഞൊക്കെ ഒന്ന് തൊടാനായിട്ടൊരാഗ്രഹം. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും മാത്തനും ആ ഡോറിൻ്റെ അവിടേക്ക് വന്നു. അവൻ ചെരുപ്പിടാത്തത് കൊണ്ട് ഞാൻ ഷൂ ഒക്കെ ഇട്ട് വന്നു കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി, അതായത് നമ്മൾ സ്നോയിലേക്ക് ഇറങ്ങുമ്പോൾ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങിയില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഓർത്ത് ഞാൻ പിന്നെ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. മാത്തനൊന്നും ഇടാത്തതുകൊണ്ട് ആ ഡോറിൻ്റെ അവിടെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു രസം, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എനിക്ക് ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് നോനൂനും കുക്കുനും സ്കൂളിലേക്ക് ചോറല്ല കൊടുത്തു വിട്ടത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചോറ് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് രാത്രി അവർക്ക് ചോറും മോരുകറിയും ചെമ്മീൻ ഫ്രൈയും അതാണ് കൊടുത്തത്. പിന്നെ അതല്ല ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ചപ്പാത്തി വേണ്ടവർക്ക് അതും കൊടുത്തു. അപ്പോൾ ചപ്പാത്തി പക്ഷേ മിക്കവാറും നമ്മൾ ഫ്രോസൺ കടയിൽ നിന്ന് വാങ്ങിയതായിരിക്കും യൂസ് ചെയ്യുക. അതല്ലാണ്ട് ചപ്പാത്തി പരത്തി ഉണ്ടാക്കുന്നത് വളരെ റെയറാണ്, അധികം അങ്ങനെ എനിക്ക് പറ്റാറില്ല. അപ്പോൾ അതങ്ങനെ.
അപ്പോൾ ഇവരുടെ പ്രശ്നം നമ്മൾ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ പലഹാരങ്ങളൊന്നും വീക്ക് ഡേയ്സിലൊന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് അതൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല. അപ്പോൾ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, പൂരി അതൊന്നും വലിയ താല്പര്യം ഇവർ കാണിക്കുന്നില്ല. അപ്പോൾ അത് എനിക്ക് വിനുവിനൊക്കെ ആണെങ്കിൽ ഒരു വിഷമമാണ്. കാരണം ഞങ്ങൾക്കത് വേണം, പക്ഷേ ഇവർക്കത് അത്ര താല്പര്യമില്ല. അപ്പോൾ പല ഭക്ഷണം ഐറ്റംസ് നമുക്ക് അവർക്ക് കൊടുക്കണം. അതൊരു ടാസ്ക്കാണ്. പ്രത്യേകിച്ച് മാത്തിന്. അവനാണെങ്കിൽ ഒരു പരിധിക്കുള്ള ഭയങ്കര പിക്കി ഈറ്ററാണ്. അവനെ കൊണ്ടൊരു ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അവന് സ്നാക്സൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതാ മാത്തിന് വേണ്ടിയുള്ള ചപ്പാത്തി നൂനും കുക്കും കൂടെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുക്കൂനും നൂനൂനൊക്കെ ആണെങ്കിലും എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ വന്നൊന്ന് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാനും അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. ചിലപ്പോൾ ഇച്ചിരി ഇരട്ടിപ്പണിയൊക്കെ തരാറുണ്ടെങ്കിലും അതൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്നോർത്തിട്ട് അവരെ കൊണ്ടത് ചെയ്യിക്കാൻ ഞാനും ഒന്ന് ഉത്സാഹിക്കാറുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ റെഡി ആയി കഴിഞ്ഞ് ഞാൻ മാത്തനെ ചപ്പാത്തി കൊടുക്കാനായിട്ട്, അപ്പോൾ അവന് ടി വി വെക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ടി വി വെച്ചിട്ടാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോനുൻ്റെയും കുക്കുവിൻ്റെയൊക്കെ ഭക്ഷണം അവർ കഴിച്ചു കഴിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ടി വിയുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമ്മളുടെ ചാനലിൽ ഷോർട്സ് ഇരുന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ കുത്തിയിരുന്ന് കാണുന്ന പരിപാടി ഉണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ആക്ച്വലി ഈ വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇത് തന്നെയാണ്. കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മളൊക്കെ തന്നെയാണല്ലോ ഇതിനകത്തുള്ളത്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നമുക്ക് വരും. അപ്പോൾ ആ ഒരു പേർപ്പസ് തന്നെയാണ് മോസ്റ്റ്ലി എൻ്റെ വീഡിയോസിനൊക്കെ ഉള്ളത്. അപ്പോൾ ഇവരും ഇപ്പം എൻ്റെ ചാനലിലെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ട്, ചില വീഡിയോസൊക്കെ കണ്ട് ചിരിയായിരുന്നു. പിന്നെ അതല്ലാണ്ട് ചില വീഡിയോസൊക്കെ കണ്ട് പണ്ടത്തെ ഹാലോവീൻ സെലിബ്രേഷൻസും അന്ന് ചെയ്ത കാര്യങ്ങളും എല്ലാം ഓർത്ത് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. അതിൻ്റെ ഇടയ്ക്ക് മാത്തൻ്റെ ഫുഡ് അടി നടക്കുന്നുണ്ട്. അതെനിക്ക് വലിയൊരു സന്തോഷം. പൊതുവേ അല്ലാണ്ടൊക്കെ ഇവനെ കൊണ്ട് കഴിപ്പിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവനൊരു പിക്കി ഈറ്ററാണ്. അപ്പം കഴിപ്പിക്കൽ ഒരു വലിയൊരു ടാസ്ക്കാണ്. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സൂത്രപ്പണിയിലൂടെയൊക്കെ ആണെങ്കിൽ അതും കൂടെ നടന്നു കഴിഞ്ഞാൽ അതും ഒരു സന്തോഷം. അപ്പം ഞാനിത് ഇവിടെ നാളത്തേക്ക് കടലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. നാളെ എൻ്റെയും വിനുവിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറി ആയിരിക്കും. പിന്നെ നോനുൻ്റെയും കുക്കുൻ്റെയും ലഞ്ച് പുട്ടും കടലക്കറി ആയിരിക്കും. അവർക്ക് പുട്ട് ഇഷ്ടമാണ്. എന്തോ ഭാഗ്യത്തിന് ഞാനും വിനുവും പുട്ട് ലവേഴ്സ് ആയിരുന്നു പണ്ട് മുതലേ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണോന്ന് അറിയില്ല, നോനുനും കുക്കുനും പുട്ട് ഇഷ്ടമാണ്, മാത്തന് അതും ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി കടലക്കറി ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുക. വല്ലാണ്ട് രാവിലെ എണീറ്റ് തിരക്കായി പോവും, എനിക്കിത് ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ കടലക്കറി ഉണ്ടാക്കിയതാണ്. എനിക്ക് കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത മനോവിഷമമാണ്. അതുകൊണ്ട് ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അത്യാവശ്യം കുറുക്കിയൊക്കെ എടുത്ത് നമ്മുടെ കടലക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വന്നു, പിള്ളേരൊക്കെ ഒന്ന് കിടത്തി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ഫോൾ ഡെക്കറേഷൻസ് വളരെ കുറച്ചേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭംഗിയാക്കി നമുക്ക് സ്വയം തോന്നുമല്ലോ, ബാക്കിയുള്ളവർ പറഞ്ഞില്ലെങ്കിൽ നമുക്കുള്ളിൽ നിന്നൊരു തോന്നൽ വരണമല്ലോ, അതിലാണല്ലോ കാര്യം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഈ ഗാർലൻഡ് ഓൾറെഡി വീണ് പോയായിരുന്നു. പക്ഷേ ഞാനത് 2 ദിവസമായിട്ട് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും ഇതെല്ലാം എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് ആ പണിക്ക് ഇറങ്ങിയേക്കാണ് ഈ രാത്രി നേരത്ത്. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തു വെക്കുന്നത് നമ്മുടെ ബേസ്മെൻറ്റിൽ നമുക്ക് സ്ഥലമുണ്ട്. ഇവിടെ എല്ലാ വീടുകളിലും, എൻ്റെ അറിവിൽ എല്ലാ വീടുകളിലും ബേസ്മെൻറ്റൊക്കെ ഉണ്ട്. കാരണം അതെന്താണാവോ എനിക്കറിയാൻ പാടില്ല, പക്ഷേ വീടുകളിൽ ബേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ താഴെ വേക്കൻ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ടൊറൻറ്റോന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത സമയത്ത് കൊണ്ടുവന്ന ബോക്സുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ചിലതിലൊക്കെ ഇപ്പോഴും നമ്മൾ സാധനങ്ങൾ മാറ്റാത്തതുണ്ട് കേട്ടോ. ലൈക്ക് കുറേ ടോയ്സും പിന്നെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ഇരിക്കട്ടെ. ഇപ്പം അത്യാവശ്യമില്ലാത്തതൊന്നും നമ്മൾ എടുക്കാത്തതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് വേറെ കുറേ കാലിയായിട്ടുള്ള ബോക്സുകളിലെല്ലാം ഞാനിങ്ങനെ പേര് ചെയ്ത് വെച്ചേക്കാം. ക്രിസ്മസ് ഡെക്കറേഷൻസിൻ്റെ കുറേ സാധനങ്ങൾ, അതിനുവേണ്ടി കുറച്ച് ബോക്സുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോൾ ഡെക്കോറിൻ്റെ അതിന് കുറച്ച് ബോക്സുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്കൊക്കെ വേണ്ടിയുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ അതിന് വേണ്ടി വേറൊരു ബോക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്, ആ ബോക്സുകളിൽ തപ്പിയാൽ മതിയല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതെല്ലാം ഊരി അഴിച്ചെടുത്ത് അതിനകത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മീ ടൈം എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കാലിഗ്രഫിയുടെ ഒരു ബുക്കുണ്ട്. എനിക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പം നമ്മൾ ബ്രഷ് ലെറ്ററിങ്ങിൻ്റെ ബേസിക് സ്ട്രോക്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് ഇതിനകത്ത് നോക്കി പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും അത്യാവശ്യം വിലയുള്ള ബുക്കാണ് കേട്ടോ. ഞാനിതൊരു $25 ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് കണ്ടത്. അതുപോലെ ഇവിടെ കാനഡയിലുള്ളൊരു ഫേമസ് ആയിട്ടൊരു ബുക്ക് സ്റ്റോർ, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി, അവിടെ അറൗണ്ട് $30 ഇതിൻ്റെ വില ഞാൻ കണ്ടത്. പക്ഷേ ഇത് ഞാൻ നമ്മുടെ കാനഡയുടെ സ്വന്തമായ ഡോളറാമ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഡോളറാമയിൽ മാക്സിമം $5 വരെയുള്ള വിലയുടെ സാധനങ്ങളാണ് അവിടെ കിട്ടുക. ഇതിന് $5 ഞാൻ അവിടെ നിന്ന് ഈ ബുക്ക് വാങ്ങിയത്. അപ്പോൾ അത് ശരിക്കും ഒരു അടിപൊളി ഒരു ഡീലായിരുന്നു. പക്ഷേ ഞാനത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു വാങ്ങിയത്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ടൊറൻറ്റോയിലുള്ളപ്പോഴാണ് വാങ്ങിയത്. പിന്നീട് ഞാനത് കണ്ടിട്ടില്ല ഡോളറാമയിൽ. എന്തായാലും വാങ്ങിയത് നന്നായിപ്പോയി. അപ്പോൾ എനിക്കിതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇതൊന്നും ചെയ്യാനധികം സമയം കിട്ടുന്നില്ല എന്നുള്ളതാണൊരു പ്രശ്നം. പക്ഷേ ഇതുപോലെ ചില ദിവസങ്ങളിൽ ഞാൻ ഇതിനു വേണ്ടി കുറച്ച് രാത്രിയായാലും കുത്തിയിരിക്കും. അപ്പോൾ ശരിക്കും ഇതിന് വേണ്ടി ബ്രഷ് ലെറ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള പെൻസൊക്കെ ഉണ്ട്, ബ്രഷ് പെൻസൊക്കെ കിട്ടും. പക്ഷേ ഇതിപ്പോൾ തൽക്കാലം ഞാൻ ഷാർപ്പി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാനപ്പോൾ നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി പറയുന്നത് പോലെ തന്നെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. സോറട്ടെ, ചെറിയ അവിടെ ചെറിയ മിസ്റ്റേക്സൊക്കെ ഞാൻ എൻ്റെ വായിന്ന് വികട സരസ്വതി വരാറുണ്ട്, ഇഗ്നോർ. ഓക്കെ, അപ്പം അതുപോലെ എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്ന എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാത്തിൻ്റെയും ഞാൻ യൂസർ നെയിംസൊക്കെ താഴെ, ഡീറ്റെയിൽസ് ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു ഫോളോ. അതെനിക്കൊരു ഉപകാരമായിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.